കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തേനീച്ചകളെ കുറിച്ചാണ്. തേൻ മാത്രമല്ല, നമ്മുടെ പ്രകൃതിക്കും കൃഷിക്കും എത്രത്തോളം പ്രധാനപ്പെട്ടവയാണ് ഈ ചെറിയ ജീവികൾ എന്ന് നിങ്ങൾക്കറിയാമോ? ഈ വീഡിയോയിലൂടെ തേനീച്ചകളുടെ അത്ഭുത ലോകത്തേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. അവയുടെ ജീവിതം, തേനുണ്ടാക്കുന്ന രീതി, അവയെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ചൊക്കെയുള്ള കൗതുകകരമായ വിവരങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അപ്പോൾ തേനീച്ച വിശേഷങ്ങളിലേക്ക് കടന്നാലോ? തേനീച്ചകൾ അപകടകാരികളാണോ എന്ന ചോദ്യത്തിന് ഉത്തരം സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം. താഴെ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നു. സാധാരണ സാഹചര്യങ്ങളിൽ, നോർമൽ സർക്കംസ്റ്റാൻസസ്, തേനീച്ചകൾ സാധാരണയായി ശാന്ത സ്വഭാവമുള്ള ജീവികളാണ്. അവ പ്രധാനമായും പൂക്കളിൽ നിന്ന് തേനും പൂമ്പൊടിയും ശേഖരിക്കാൻ ശ്രദ്ധിക്കുന്നു. അവ സ്വയരക്ഷയ്ക്കും തങ്ങളുടെ കൂട് സംരക്ഷിക്കുന്നതിനും വേണ്ടി മാത്രമാണ് കുത്താറുള്ളത്. ശല്യപ്പെടുത്താതിരുന്നാൽ തേനീച്ചകൾ സാധാരണയായി ആക്രമിക്കില്ല. അപകടകരമാകുന്ന സാഹചര്യങ്ങൾ, ഡേഞ്ചറസ് സിറ്റുവേഷൻസ്, കൂടിന് ഭീഷണിയുണ്ടാകുമ്പോൾ, തേനീച്ചക്കൂടിന് ആരെങ്കിലും ഭീഷണിയാണെന്ന് തോന്നിയാൽ അവ കൂട്ടമായി ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അലർജി ഉള്ളവർക്ക് തേനീച്ചയുടെ വിഷം ചില ആളുകൾക്ക് ഗുരുതരമായ അലർജിക്ക് കാരണമാകും. അനഫിലാക്സിസ്, ഇത് ജീവൻ വരെ അപകടത്തിലാക്കിയേക്കാം. അലർജിയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം. ഒന്നിലധികം കുത്തുകൾ, ഒരുപാട് തേനീച്ചകൾ ഒരേ സമയം കുത്തിയാൽ വിഷത്തിന്റെ അളവ് കൂടുകയും അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. അലർജി ഇല്ലാത്തവർക്ക് പോലും ഇത് അപകടകരമായേക്കാം. പ്രകോപിപ്പിക്കുമ്പോൾ, തേനീച്ചകളെ എറിയുകയോ അടിക്കുകയോ ചെയ്താൽ അവ പ്രകോപിതരാകുകയും ആക്രമിക്കുകയും ചെയ്യും. രാജ്ഞിയില്ലാത്ത കൂട്, ചില സമയങ്ങളിൽ തേനീച്ചക്കൂട്ടിൽ രാജ്ഞിയില്ലെങ്കിൽ അവ കൂടുതൽ ആക്രമണകാരികളായി മാറിയേക്കാം. കുത്തുമ്പോൾ സംഭവിക്കുന്നത്, വാട്ട് ഹാപ്പൻസ് വെൻ സ്റ്റങ്? തേനീച്ച കുത്തുമ്പോൾ അതിന്റെ കൊമ്പ്, സ്റ്റിംഗർ, തൊലിയിൽ തറഞ്ഞു നിൽക്കുകയും വിഷം ഉള്ളിലേക്ക് പമ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഹണിബീ വിഭാഗത്തിൽപ്പെട്ട തേനീച്ചകൾ കുത്തിയ ശേഷം അവയുടെ കൊമ്പ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുകയും അത് തേനീച്ചയുടെ മരണത്തിന് കാരണമാകുകയും ചെയ്യും. കുത്തേറ്റ ഭാഗത്ത് വേദന, നീര്, ചൊറിച്ചിൽ, ചുവപ്പ് നിറം എന്നിവ സാധാരണയായി കാണാം. സുരക്ഷയ്ക്കായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സേഫ്റ്റി പ്രിക്കോഷൻസ്. തേനീച്ച കൂടുകൾ കണ്ടാൽ അവയെ ശല്യപ്പെടുത്താതിരിക്കുക. പുറത്തു പോകുമ്പോൾ, പ്രത്യേകിച്ച് പൂക്കളുള്ള സ്ഥലങ്ങളിൽ, ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. കടും നിറങ്ങൾ തേനീച്ചകളെ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. സുഗന്ധദ്രവ്യങ്ങൾ, പെർഫ്യൂംസ് അധികമായി ഉപയോഗിക്കാതിരിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. തേനീച്ചകൾ മധുരമുള്ള ഭക്ഷണത്തിൽ വന്നിരിക്കാൻ സാധ്യതയുണ്ട്. തേനീച്ചകൾ അടുത്തേക്ക് വന്നാൽ പെട്ടെന്നുള്ള ചലനങ്ങൾ ഒഴിവാക്കുക. ചുരുക്കത്തിൽ, തേനീച്ചകൾ സ്വതവേ അപകടകാരികളല്ലെങ്കിലും ചില സാഹചര്യങ്ങളിൽ അവയുടെ കുത്ത് വേദനാജനകവും അലർജിയുള്ളവർക്ക് മാരകവുമാകാം. അതിനാൽ തേനീച്ചകളെ ശല്യപ്പെടുത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രൈബും ഞങ്ങൾക്ക് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമാണ്. തുടർന്നും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട്